നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ശബരിമലയിൽ സ്വർണ്ണ കൊടിമരം കേടുവരുത്തിയ സംഭവത്തിൽ 5 വിജയവാഡ സ്വദേശികൾ പിടിയിൽ. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് പുനഃപ്രതിഷ്ഠ നടത്തിയ കൊടിമരത്തിൽ തുണിയിൽ മെർക്കുറി പുരട്ടി എറിയുകയായിരുന്നു. കൊടിമരത്തറയിലെ സ്വർണം ഉരുകിയൊലിച്ചു. ഇന്നുച്ചയ്ക്ക് 11:50-നും 1:40-നും മധ്യയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠ നടന്നത്. ഉച്ചപൂജ കഴിഞ്ഞ് ഭക്തർ മലയിറങ്ങിയ ശേഷമാണ് കൊടിമരം കേടുവരുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ദേവസ്വം അധികൃതർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധരടക്കം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളിൽ നിന്നും 3 പേർ ചേർന്നാണ് കൃത്യം നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പമ്പയിൽ നിന്നും വിജയവാഡ സ്വദേശികളായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മെർക്കുറിയുടെ ഒഴിഞ്ഞ കുപ്പിയടക്കമുള്ള തെളിവുകളും ഇവരിൽ നിന്ന് ലഭിച്ചു. ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ബോധപൂർവം ചെയ്ത ചതിയാണ് നടന്നതെന്നും കുറ്റക്കാരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. വിജയവാഡയിലെ ഫിനിക്സ് ഗ്രൂപ്പാണ് സ്വർണം പൂശുന്നതിനുള്ള ചെലവ് ഏറ്റെടുത്തിരിക്കുന്നത്. കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയ്ക്കായി കരാർ ഏൽപ്പിച്ചിരുന്നവരിലെ തർക്കങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചെമ്പ്, തടി, കല്ല്, സ്വർണം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി നടന്ന ജോലികളിലെ അസ്വാരസ്യങ്ങളും അന്വേഷണ വിധേയമാകും. 3.20 കോടി രൂപ മുടക്കിയാണ് സന്നിധാനത്ത് കൊടിമരം പ്രതിഷ്ഠിച്ചത്. 9161 കിലോ സ്വർണമായിരുന്നു ഇതിനായി ഉപയോഗിച്ചത്. റിപ്പോർട്ടർ, സന്നിധാനം. വിഷയത്തിൽ നമ്മോടൊപ്പം അനു അനന്തരാമൻ, ഒപ്പം തന്നെ രാമൻ നായർ, ഷെല്ലി പുരോഹിത്, അജയ് തറയിൽ തുടങ്ങിയവർ വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ രാമൻ നായർ, തീർത്തും അസ്വാഭാവികമെന്ന് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ പറയുന്നത് 5 വിജയവാഡക്കാരാണ്. നവധാന്യത്തോടൊപ്പം പദരസം എന്ന ദ്രാവകമാണ് ഒഴിച്ചത്, അത് ആചാരം ആണ് എന്നൊക്കെയാണ്. പക്ഷെ മന്ത്രി പറയുന്നത് ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് എന്നാണ്. എന്തായിരിക്കാം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്? വാർത്താമാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എനിക്ക് ഇക്കാര്യത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏതായാലും ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഈ പുണ്യ ദിവസത്തിന്റെ എല്ലാ പരിപാവനതയും നശിപ്പിക്കത്തക്ക നിലയിലുള്ള എന്തോ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്നാണ് ഇപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും അത് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഏതൊക്കെയോ ശക്തികൾ ശബരിമലയിൽ നടത്തിയ ഈ അനുഷ്ഠാനം അതിനെ തടസ്സപ്പെടുത്താനോ മോശമാക്കാനോ അതിനെ ഭീകരമായി ചിത്രീകരിക്കാനോ എന്തോ ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കൊടിമര പ്രതിഷ്ഠ നടത്തി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന്റെ പരിശുദ്ധിക്ക് കോട്ടം തട്ടത്തക്ക നിലയിൽ വിജയതട്ടിലേക്ക് എന്തോ വസ്തുക്കൾ ഒഴിക്കുകയും അത് ആ സ്വർണത്തിന്റെ തെളിമയ്ക്കും കളങ്കമുണ്ടാക്കത്തക്ക നിലയിലേക്ക് മാറുകയും ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മെർക്കുറിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ഇതിൽ പെട്ടവരാണോ, അവരാണോ ഇതിന് കാരണക്കാര്, അല്ലെങ്കിൽ അവരുടെ പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിരുന്നോ? ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഏതായാലും വിജയപ്രതിഷ്ഠമാണ് തന്നെ വളരെ പ്രാധാന്യമുള്ള ഈ കൊടിമര പ്രതിഷ്ഠ. അത് നടന്ന അവസരത്തിൽ അതിന്റെ ചടങ്ങുകൾ കഴിഞ്ഞാലും അതിനൊരു സുരക്ഷ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. അതിന് ചുറ്റുപാടും ആളുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അതിനെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ചുമതലയും അവർക്കുണ്ടായിരുന്നു. ഏതായാലും ശബരിമലയുടെ കാര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പാടുന്നു എന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കുറെയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന് കർശനമായ നടപടിക്രമങ്ങൾ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഏതായാലും ഈ വീഴ്ച മനസ്സിലാക്കി കഴിയുന്നത്ര കൂടുതൽ ഇക്കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഭക്തജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ദുഃഖവും ആശങ്കയും അവരുടെ ഉത്കണ്ഠയും എല്ലാം ദൂരീകരിക്കാനും എല്ലാവർക്കും ചുമതലയുണ്ട്. അതിന് ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് അധികൃതരും ഗവൺമെന്റും മറ്റ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ആ കാര്യത്തിൽ മുൻകൈയെടുത്ത് മുന്നോട്ട് വരണം എന്ന് ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല, ഇത് ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങൾക്ക് വളരെ വേദനയുണ്ടാക്കിയ ഒരു കാര്യമാണ്. ആന്ധ്രയിലെ ആളുകളുടെ കുടിപ്പകയാണോ? ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അനു അനന്തനാചാരി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. കൊടിമര നിർമ്മാണത്തിന്റെ കോൺട്രാക്ടർ, അല്ലെങ്കിൽ കൊടിമരം നിർമ്മിച്ച ആൾ തന്നെയാണ്. ശ്രീ അനു അനന്തനാചാരി, താങ്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചതെന്നാണ് വിശദീകരണം? ഇതിപ്പം ടിവിയിലും അല്ല മറ്റു മാധ്യമങ്ങളിലും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താ സംഭവിച്ചത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളൊരു 10-200 ക്കാരുടെ കഷ്ടപ്പാടിന്റെയും അതുപോലെ തന്നെ ഹൈക്കോടതി കമ്മീഷണർ നിയോഗിക്കപ്പെട്ട SP കുറുപ്പ് സാറിന്റെ അദ്ദേഹം
അദ്ദേഹത്തിന്റെയും ഞങ്ങളുടെ കുറെ ദേവസ്വം ബോർഡിന്റെയും ഞങ്ങളുടെ കുറെ പണിക്കാരുടെയും കഷ്ടപ്പാടിന്റെ ഫലം ഇപ്പൊ ന്യൂസിൽ തന്നെ നമ്മൾ കണ്ടു. ആന്ധ്രാക്കാരുടെ ഒരു ആചാരമാണ് ഇങ്ങനെ ദ്രവ്യം മെർക്കുറി പോലുള്ള വസ്തു കൊണ്ട് കൊടിമരത്തിൽ ഒഴിക്കുന്ന ആചാരമാണെന്ന് ന്യൂസിൽ തന്നെ പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതുവരെ ആ കഴിഞ്ഞ കൊടിമരവും സ്വർണ്ണ കൊടിമരം തന്നെ ആയിരുന്നു. ഇതുവരെ ആരും അവിടെ കൊണ്ട് മെർക്കുറി ഒഴിച്ചിട്ടില്ല. ഈ കൊടിമരത്തിൽ ഇദ്ദേഹത്തെ ഇന്ന് മെർക്കുറി ഒഴിച്ചു എന്ന് പറയുന്ന ആളിനെ 2-3 ദിവസം കൊണ്ട് അവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് ഞാനൊന്ന് ഘട്ടം ഘട്ടമായി ചോദിച്ചോളട്ടെ. ശ്രീ അനു ആനന്ദനാചാരി, താങ്കളാണ് അല്ലെങ്കിൽ താങ്കളും താങ്കളുടെ പിതാവുമാണ് ഇതിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. കോൺട്രാക്ട് നമ്മൾ എടുത്തിട്ടില്ല. നമ്മള് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കമ്മീഷണർ അദ്ദേഹം അവിടുന്ന് നമ്മളെ പണി ഓരോന്നോരോന്നായിട്ട് ഏൽപ്പിക്കുമായിരുന്നു. കാരണം ചെമ്പിന്റെ പണി നമ്മളും, സ്വർണത്തിന്റെ പണി മധുര ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളും, പണി സദാശിവനാചാര്യയും, അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെ ശരി. അതായത് ചെമ്പിന്റെ പണി ഒരാള്, സ്വർണത്തിന്റെ പണി വേറൊരാള്, മരത്തിന്റെ പണി വേറൊരാള്, അങ്ങനെ ഓരോരുത്തർക്കും പണി ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇതിന്റെ ഒരു ആകത്തുക നിർവഹിച്ചത് നിങ്ങളാണ്? അല്ലല്ല, നമ്മളല്ല നിർവഹിച്ചത്, കോടതിയാണ് നിർവഹിച്ചത്. SP കുറുപ്പ് സാറ് ആണ് അതിന്. അദ്ദേഹം നമ്മളോടൊക്കെ നമ്മളൊന്നും ഒരിക്കലും തുകയോ മറ്റു കാര്യങ്ങളോ അല്ല, ഞങ്ങളുടെ എല്ലാം ഒരു സമർപ്പണമായിട്ടാണ് ശബരിമലയിലെ വർക്ക് നമ്മൾ ചെയ്തത്. ഇതിപ്പോ സ്വർണത്തിലെ മെർക്കുറി ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മളിത് പൂശുന്നത്, സ്വർണം പൂശുന്നത് മെർക്കുറിയുടെ സഹായത്താലാണ്. മെർക്കുറി ആദ്യം തുള്ളികളായിട്ട് തകിടയിലോട്ട് കുടഞ്ഞ് അതിന്റെ മുകളിൽ സ്വർണ്ണ പാളികൾ ഒട്ടിച്ചിട്ട് ആ മെർക്കുറി പുകച്ചു കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ മെർക്കുറി അങ്ങ് പുകഞ്ഞു പോകുമ്പോൾ പിന്നെ ഈ ചെമ്പയിലോട്ട് ലയിച്ച് ചേരുന്ന സ്വർണ്ണ പാളികൾ ചൂടാമണി കല്ലുകൾ കൊണ്ട് ഉരച്ച് പോളിഷ് ചെയ്താണ് നമ്മൾ ഇതിന്റെ പണികൾ നിർവഹിക്കുന്നത്. അപ്പം ഇപ്പൊ മെർക്കുറി കൊണ്ടൊഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്റെ ചെറിയ അറിവിൽ, എനിക്ക് അങ്ങനെ വിശദമായിട്ട് പറയാൻ അറിയില്ല, അപ്പനോട് ചോദിച്ചിരുന്നേ അറിയാമായിരുന്നു. ചെറിയ അറിവിൽ ഞാൻ പറഞ്ഞാൽ ഈ താങ്കളുടെ പിതാവ് തൊട്ടടുത്തുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ പമ്പയിൽ നിന്ന് ഇറങ്ങി എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പോവാണ്. ആ ചെറിയ അറിവില് ഓട്ടോമാറ്റിക്കലി അല്പമെങ്കിലും മെർക്കുറി അതിലേക്ക് ഒഴിച്ചാൽ നമ്മൾ ഒഴിച്ച ആള് എന്തിനാണെന്ന് അറിയില്ല, അദ്ദേഹം വിശ്വാസമാണെന്ന് പറയുന്നു. അതല്ല എങ്കിൽ ഇത് നമ്മൾ പുകച്ച് കളയാൻ ശ്രമിച്ച് ചൂടാക്കുമ്പോൾ ഈ പുക മതി ഒരു പക്ഷേ ഈ ബാക്കിയുള്ളിടത്തേക്ക്, ഈ കൊടിമരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഈ പുകയുണ്ടാൽ കൊടിമരം ചീത്തയായി പോകും. മനസ്സിലായല്ലോ, ഒന്നുകൂടെ ആ ഭാഗം ഒന്നുകൂടെ പറഞ്ഞു. ഈ മെർക്കുറി പുകയ്ക്കുമ്പോൾ ആ പുക നമ്മളുടെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് മെർക്കുറി പുകയുന്ന സ്ഥലത്ത് പോയി നിന്നാൽ നമ്മളുടെ ശരീരത്തുള്ള സ്വർണ്ണാഭരണങ്ങൾ വെളുത്തു പോകും, മെർക്കുറി കയറി പിടിച്ചാല്. അപ്പൊ ഒരുപക്ഷെ നല്ല ഉദ്ദേശത്തിലായാലും ചീത്ത ഉദ്ദേശത്തിലായാലും അത് ഒറ്റ ഇതിൽ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. കാരണം അവരുടെ ആചാരമാണെങ്കിൽ കഴിഞ്ഞ കൊടിമരത്തിൽ ഇന്ന് വരെ ആരും മെർക്കുറി ഒഴിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതിന് പക്ഷേ നമുക്ക് നമ്മുടെ അറിവനുസരിച്ച് ഈ വെള്ള നിറമായ ഭാഗം എടുത്തു മാറ്റി ചൂടാക്കിയാൽ മെർക്കുറി പുകഞ്ഞു പോവുകയും സ്വർണം മാത്രം നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എടുത്തു മാറ്റാൻ പറ്റില്ല. അത് നമ്മൾ പ്രതിഷ്ഠ കഴിഞ്ഞതാണ്. അത് താന്ത്രിക പൂജകൾ കഴിഞ്ഞ് പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് മെർക്കുറി അതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. എടുത്തു മാറ്റാൻ പറ്റില്ല. അദ്ദേഹം ഈ ഒഴിക്കാൻ ശ്രമിച്ച ആള് 2-3 ദിവസമായി അദ്ദേഹത്തെ അവിടെ കാണുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം മുകളിൽ കയറാൻ ശ്രമിച്ചത് കണ്ടവരുണ്ട്. ഇത് കഴിഞ്ഞ് അദ്ദേഹം താഴെ ഒഴിച്ചത് കൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ, തന്ത്രി അദ്ദേഹം രാജീവ് തിരുമേനിയുടെ സമ്മതമുണ്ടെങ്കിൽ നമുക്കത് പോളിഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ചൂടാക്കിയാൽ. അല്ല, അപ്പൊ ചൂടാക്കുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പുകയ്ക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ പറയുന്നു. അതിന് നമ്മൾ അത് മുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ട പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് ചെയ്യണം. അതിന് തുണി വെച്ച് മറയ്ക്കുകയോ അല്ലെങ്കിൽ കൊടിമരത്തേൽ കുറച്ച് ഭാഗങ്ങൾ തുണി ചുറ്റിയോ അങ്ങനെ എന്തെങ്കിലും അതിന് വേണ്ട നടപടികൾ എടുത്തുകൊണ്ട് ഇത് പോളിഷ് ചെയ്താൽ അല്ലെങ്കിൽ ചൂടാക്കി പുക കളഞ്ഞാൽ കുഴപ്പമില്ലാതെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുമത്. അത് നമുക്ക് 100% ഉറപ്പുള്ള കാര്യം. നിൽക്കൂ, ഞാൻ ദയവായി തുടരാം. അനു, ഇപ്പോൾ അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അജയ് തറയിൽ, എന്താണ് ഭാവി പരിപാടി? എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? അതിനു മുമ്പ് എന്താണ് ഇവരുടെ ഉദ്ദേശമെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, ഇത് ഉദ്ദേശം എന്താ പറയുക മനസ്സിലാക്കുന്നത്,
അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് കണ്ടുപിടിക്കും. അതാണ് അതിനുവേണ്ടി ദേവസ്വം ബോർഡ് പൂർണ്ണമായി പോലീസിൽ വിശ്വസിച്ച് അവരെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനകത്തെങ്കിലും തുടർച്ചയുണ്ടോ ശ്രീ അജയ് തറയിൽ? മന്ത്രി ആദ്യം തന്നെ പറഞ്ഞത് ചതി എന്ന വാക്കാണ്. അല്ല, ഇത് ശബരിമലയിൽ സെക്യൂരിറ്റി കുറച്ചുകൂടി ടൈറ്റ് ചെയ്യണം, ഇപ്പോഴുള്ള സംവിധാനം പോരാ എന്നാണ് ഞങ്ങളുടെ വ്യക്തമായ. എന്തുകൊണ്ടായിരിക്കും മന്ത്രി ചതി എന്ന വാക്ക് ഉപയോഗിച്ചത്? എനിക്കറിയില്ല എന്താണെന്ന്. അത് മന്ത്രി ഉദ്ദേശിച്ചുകൊണ്ട് എനിക്കറിയില്ല അതിനെ കുറിച്ച്. ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും അഭിപ്രായം ഒന്നല്ല ഇക്കാര്യത്തില്. ചതി എന്ന് അല്ലല്ലോ, ചതി എന്ന് പറയുന്നതിന്റെ മീനിങ് വ്യത്യസ്തമാണല്ലോ. ഇത് അവർ ഓരോ ആളുടെയും ഇൻട്രസ്റ്റുകളുടെ പേരിൽ ചെയ്തിരിക്കുന്ന വിഷയങ്ങളായിരിക്കില്ല, അല്ലാതെ ചതി അല്ലല്ലോ. എന്താണ് ആ ഇൻട്രസ്റ്റ്? എന്താണ് ആ ഇൻട്രസ്റ്റ്? വേറൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണത്? അല്ല, അതായിരിക്കാം, ആ എന്തെങ്കിലും താല്പര്യങ്ങൾ കൊണ്ടായിരിക്കാം അവര് ഇതുപോലെയുള്ള കൃത്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെ ദേവസ്വം ചതി എന്ന് പറയുന്നത് ഇതിനത് കൂടെ ഒന്ന് ചതിച്ചതല്ല. ഇത് വിജയവാഡക്കാര് ഇവിടെ ആരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ദേവസ്വം ബോർഡുമായിട്ടുള്ള ചതിയുടെ പ്രശ്നമില്ല. നേരത്തെ 4 വർഷം മുമ്പ്, അതായത് അജയ് തറയിലൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകുന്നതിന് മുമ്പ് കൊടിമരവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. കൊടിമരത്തിൻ്റെ താഴെ ഭാഗം സ്വർണം പൂശിയത് ഇളകി മാറി. അതേ കളർ തന്നെ വാങ്ങി അടിച്ചു അവിടുത്തെ മാനേജർ. അത് വലിയ തോതിൽ വിവാദ വിഷയമായി. പിന്നീട് ദേവസ്വം വിജിലൻസ് തന്നെ അക്കാര്യം അന്വേഷിച്ചു. ഹൈക്കോടതി പോലും അക്കാര്യത്തിൽ ഇടപെട്ടു. ആ പറയുന്ന വിവാദ പരമ്പരയാണ് പുതിയ കൊടിമരം ഉണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങളിൽ എത്തിച്ചത്. അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അതോ ഇത് ഒറ്റക്ക് നിൽക്കുന്നതാണോ? ദികേഷ്, അത് കൊടിമരം കോൺക്രീറ്റിന്റെ കൊടിമരമായിരുന്നു. അവിടുത്തെ ദേവപ്രശ്നത്തിൽ ആ കൊടിമരം ജീർണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ ബോർഡ് കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചതും കോന്നിയിൽ നിന്നും ഒരു തേക്ക് തടി വെട്ടി പമ്പയിൽ കൊണ്ടുവന്ന് വെച്ചത്. അതിനുശേഷം ഈ ഞങ്ങളുടെ ബോർഡ് വന്ന ശേഷം അന്വേഷണം സ്പോൺസർമാരെ തിരക്കി നടന്നു. അങ്ങനെ ഫിനിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹൈദരാബാദിലെ ഒരു കമ്പനി ഇതിന് മുഴുവൻ പൈസയും മുടക്കാമെന്ന് സമ്മതിക്കുകയും അവരെ ഏൽപ്പിക്കുകയും ആ സ്വന്തം പണിയാൻ വേണ്ടി SP കുറുപ്പ് എന്ന് പറയുന്ന ഒരു ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനെ അതിന്റെ അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് വെച്ചുകൊണ്ട് പ്രവൃത്തി നടത്തി. വളരെ മനോഹരമായി ഇത് പണി തീർത്ത് ഞങ്ങൾ ഇത് ത്വരിപ്പിച്ച് നടത്തി. ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ ഇതിനു മുമ്പ് നടന്ന പ്രശ്നങ്ങളുമായിട്ടോ ഒന്നും ആര് ബന്ധപ്പെടുത്താൻ ശ്രമിച്ചാലും യാതൊരു പ്രശ്നവും അത്തരം കാര്യങ്ങൾ തമ്മിലില്ല. ഒരു ചതിയുമില്ല, ഇത് ഒരു മുൻവിധിയുമില്ല. ഒരു കാര്യം, ഇത് ചില ആളുകളുടെ ചാബല്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യത്തെ വെച്ചിരിക്കുന്ന ഒരു കൃത്യമായിട്ട് മാത്രമാണ് ഞങ്ങൾ കാണാൻ കഴിയുന്നത്. 3,20,00,000 രൂപയുടെ നിർമ്മാണമാണ് അവിടെ നടന്നത്. ഹൈദരാബാദിലെ ഫിനിക്സ് ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് വഴിപാടായി ഇപ്പോൾ ഈ കൊടിമരം നൽകിയിട്ടുള്ളത്. 10 കിലോ സ്വർണം, 17 കിലോ വെള്ളി, 250 കിലോ ചെമ്പ് എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ ഹൈദരാബാദുകാർ അല്ലെങ്കിൽ അതേ വിജയവാഡക്കാർ വന്നിട്ടാണ് ഇപ്പോൾ ഈ നിലയിൽ ഒരു അക്രമം കാണിച്ചു പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് വേണം. അതിന് പത്തനംതിട്ട SP കസ്റ്റഡിയിലാണ് ഇപ്പൊ ഇവരുള്ളത്. അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ അതിന് മുമ്പ് കയറി പറയുന്നതിന്റെ അർത്ഥമില്ലല്ലോ, അത് ശരിയല്ലല്ലോ. അല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ? നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇതൊരു രാത്രിയോ അല്ലെങ്കിൽ ആരെങ്കിലും കടന്നു കയറി ചെയ്തതോ അല്ല. പച്ച വെളിച്ചത്തിൽ CCTV ക്യാമറ ഉണ്ട്. തത്വമസി എന്ന് എഴുതിയെടുത്ത് പോലും CCTV ക്യാമറ വെച്ചിട്ടുള്ള ക്ഷേത്രമാണത്. അവിടെ നിന്ന് കിട്ടുന്ന ക്യാമറയിൽ ഇത് പതിയുമെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവർ തന്നെയാണ് വിജയവാഡക്കാർ. എന്നിട്ടും അത് ചെയ്യുന്നു. മൂളിയ പോരാ. നമുക്കൊരു പിടുത്തം കിട്ടത്തില്ലല്ലോ ഈ ചെയ്തെന്താണ് കാര്യത്തെ കുറിച്ച്. ഇത് പഠിക്കട്ടെ, പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കാരണം കണ്ടുപിടിക്കട്ടെ.
ദയവായി തുടരണം താങ്കൾ ചർച്ചയിൽ. ഷെല്ലി പുരോഹിത്, അയ്യപ്പ ധർമ്മസേന സെക്രട്ടറി. ശ്രീ ഷെല്ലി, പാദരസം എന്ന ദ്രാവകം എന്നൊക്കെയാണ് വിജയവാഡക്കാർ പറയുന്നത്. നവധാന്യത്തോടൊപ്പം പാദരസം എന്ന ദ്രാവകം എന്നൊക്കെ പോലും. എന്താണത്, എന്തിനാണിത് എന്നെ സംബന്ധിച്ചൊരു വ്യക്തതയുണ്ടോ? ഇല്ല. എങ്ങനെയാണ് ഒരു വ്യക്തതക്കുറവ് നിങ്ങൾക്കൊക്കെ വരുന്നത്? ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ ആചാരങ്ങൾ എന്ന് അവർ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുരാചാരങ്ങളായിരിക്കും, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളായിരിക്കും. അങ്ങനെ അന്ധവിശ്വാസങ്ങൾക്ക് സാധ്യതയുണ്ടോ ഇവിടെ? അല്ല, ഇത് അന്ധവിശ്വാസമോ വിശ്വാസമോ എന്നുള്ളതല്ല. ഒരു പൊതുക്ഷേത്രത്തിൻ്റെ അതിൻ്റെ വിശ്വാസപ്രകാരമായിട്ടുള്ള ആ മരത്തിൽ ഒരു ദ്രാവകമൊഴിച്ച് അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് വേണം അതിനെടുക്കാൻ. അല്ലാതെ അത് അവിടെ ആചാരാനുഷ്ഠാനം ഉള്ളത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനമാണ്. അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ക്ഷേത്രങ്ങളിലും പല പല മതവിഭാഗത്തിലും അല്ലെങ്കിൽ ജാതി വിഭാഗത്തിലും അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അത് കൃത്യസ്ഥലത്ത് കൃത്യമായ രീതിയിൽ പ്രയോഗിക്കേണ്ടതാണ്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമാണത്. അവിടെ എല്ലാം തന്നെ കൃത്യമാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. അനു അനന്തനാചാരി വീണ്ടും. ശ്രീ അനു അനന്തനാചാരി, നേരത്തെ താങ്കൾ പറഞ്ഞു ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ പരിഷ്കരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. അതൊരു വലിയ ചടങ്ങോടുകൂടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അശുദ്ധമാവുകയാണോ കൊടിമരം? അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനി കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ? അങ്ങനൊന്നുമില്ല. അത് ചെയ്യണമെങ്കിൽ തന്ത്രി അദ്ദേഹത്തിന്റെ സമ്മതം മാത്രം മതി. അദ്ദേഹം അതിനുള്ള ശുദ്ധി അദ്ദേഹത്തിന് ചെയ്താൽ നമുക്ക്, കാരണം കൊടിമരത്തിന്റെ മുകളിലൊന്നും അല്ലല്ലോ, താഴെ ആയതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് വിശ്വാസം. പക്ഷെ അതിന്റെ പൂജാവിധികളെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഇപ്പൊ സ്വാഭാവികമായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ അല്പം ചൂടാക്കിയാൽ ഈ പറയുന്ന രസം ബാഷ്പീകരിച്ചു പോകും. നമ്മൾ ഒരു 70-75 ഡിഗ്രി ടെമ്പറേച്ചർ കൊടുത്ത അല്ലെങ്കിൽ ഒരു സ്വർണം പൂശുമ്പോൾ മെർക്കുറി അതിൽ നിന്നും ചൂടാക്കിയാണ് സ്വർണത്തിൽ നിന്ന് മെർക്കുറി വേർതിരിച്ച് കളയുന്നത്. സ്വർണം മെർക്കുറിയും ചൂടാക്കുമ്പോൾ മെർക്കുറി പുകയായി അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സ്വർണം നമ്മൾ ഒട്ടിച്ചത് മെർക്കുറി അതിൽ നിന്ന് ഒഴിവാക്കുന്നത്. അതേ ക്രിയ തന്നെ ഇവിടെ ചെയ്താൽ മെർക്കുറി ചൂടായി പുകയായിട്ട് പോകും. പക്ഷെ ഈ പുകയായിട്ട് പോകുമ്പോൾ നമ്മളത് വേറെ അങ്ങും പിടിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻ, അവിടെ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. അതിന് വേണ്ട സഹായങ്ങളെല്ലാം എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, അയ്യപ്പന്റെ മുമ്പിൽ ഇങ്ങനെ ഞങ്ങൾ 10-200 പേരുടെ ഒരു 1-2 വർഷത്തെ വ്രതനിഷ്ഠയും അല്ലെങ്കിൽ കൃത്യതയും കഷ്ടപ്പാടും ഒക്കെയാണ് ഇന്ന് ഞങ്ങൾ അവിടെ സാഫല്യത്തിലാക്കിയത്, അല്ലെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാഫല്യത്തിലായത്. ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കൊടിമരമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? അങ്ങനെ ഏറ്റവും വലിയ കൊടിമരമെന്നല്ല, ഓരോ ക്ഷേത്രത്തിലെ കൊടിമരത്തിനും അതിൻ്റെതായ കണക്കും അതിൻ്റെതായ പ്രാധാന്യവും അതിൻ്റെതായ അളവുകളും എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ത്യയിലുള്ള ക്ഷേത്രത്തിൽ വെച്ച് പാദം മുതൽ, അതായത് പത്മപാദകം മുതൽ വീരകാണ്ഡം വരെ സ്വർണമായിട്ടുള്ള ഒരു കൊടിമരം ശബരിമലയിലെ കൊടിമരമാണ്. ഇത് എത്ര കാലം നിലനിൽക്കും എന്നാണ്? അത് നമ്മളിപ്പോ ഒരു മനുഷ്യന്റെ ആയുസ് പോലും നിർണ്ണയിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ നമുക്ക് പൂർണ്ണമായും ഭംഗിയായും ഒരു 10 തലമുറ അല്ലെങ്കിൽ ഒരു 5 തലമുറയെങ്കിലും കാണണമെന്ന് ഒരിക്കലും അതിന് കേടുപാടുകൾ സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ പൂർണ്ണ നിഷ്ഠയോടുകൂടി ഒരു 10-500 വർഷം നിൽക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിൽക്കണം എന്ന ആഗ്രഹത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ശ്രീ അജയ് തറയിൽ ഇതൊരു കോൺട്രാക്ട് വർക്ക് അല്ല എന്നും കോടതി ഏൽപ്പിച്ചതാണ്. സ്വർണത്തിന്റെ പണി ഒരാൾക്ക്, ചെമ്പിന്റെ പണി വേറൊരാൾക്ക്, മരത്തിന്റെ പണി വേറൊരാൾക്ക്, കല്ലിന്റെ പണി വേറൊരാൾക്ക് എന്ന നിലയിൽ അപ്പോഴാണ് മന്ത്രിയുടെ പക എന്നുള്ള ഒരു പ്രയോഗവും വരുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ആളുകൾ ഇങ്ങനെ തങ്ങൾക്ക് ഈ പണി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നോ? ഇപ്പോൾ അനു പറയുന്നത് തങ്ങൾക്ക് നൽകിയത് കോടതിയാണ്, ഞങ്ങൾക്ക് കോൺട്രാക്ട് എടുക്കലൊന്നുമില്ല, കിട്ടിയ പണി ഞങ്ങൾ വ്യത്യസ്ത ആളുകൾ ചേർന്ന് ഒന്നിച്ച് ചെയ്ത് തീർത്തു എന്നാണ്.
അല്ല, അങ്ങനെ കോടതി ഒന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. കോടതി ഒന്നും മാർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുമില്ല. ഞങ്ങള് മറ്റേ നമ്മുടെ ASP കുറിപ്പ് ചില പേരുകൾ പറഞ്ഞു, അത് വെച്ചിട്ട് അത് പണി കൊടുക്കാൻ പറഞ്ഞു എന്നല്ലാതെ ഇത് ദേവസ്വം ബോർഡ് വർക്കല്ലല്ലോ. അതുകൊണ്ട് ഒരു ഓപ്പൺ ടെൻഡറിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് വർക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അത് ചെയ്തു, വളരെ മനോഹരമായി ചെയ്തു. ഇത് അനു നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടിമരം എന്നൊന്നും പറയാൻ കഴിയില്ല. ഇത് വളരെ ഏറ്റവും മനോഹരമായ ഒരു കൊടിമരമാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു കൊടിമരം. ശരി, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം, സമയമുണ്ടാവും. ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചു കൊടുത്തതാണ്, അതായത് കോൺട്രാക്ട് വർക്ക് എന്നുള്ള നിലയിൽ തന്നെ? അല്ല, കോൺട്രാക്ട് വർക്ക് എന്നല്ലല്ലോ, ഇത് സ്പോൺസർ വർക്കല്ലേ. അവരാണ് ഏൽപ്പിച്ചത്. അപ്പൊ അവരുടെ കൂടി സമബിൽ പറഞ്ഞിട്ട് ആൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് ഫിനിക്സ് തന്നെയാണ് ഇവർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. ഫിനിക്സ് പറഞ്ഞിട്ടാണ് ഏൽപ്പിച്ചത്. കാരണം ASP കുറിപ്പ് പറഞ്ഞു ഇവരാണ് നല്ലതെന്ന് പറഞ്ഞു. ഫിനിക്സ് ഗ്രൂപ്പ് അവരെ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ബോർഡ് അനുമതി കൊടുത്തു. അല്ലാതെ അനു, ആ ചർച്ചയിൽ പങ്കുചേരൂ. ഫിനിക്സ് ആണ് നിങ്ങളെ പണി ഏൽപ്പിച്ചത്. ഇതിനകത്ത് വഷളാക്കാനുള്ള ഒരു ചോദ്യത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്റെ അറിവിൽ ഞാൻ കോടതിയുടെ സ്ഥാനത്ത് ASP കുറിപ്പ് സാറിനെയാണ് കാണുന്നത്. അപ്പൊ നമ്മള് അജയ് സാറും അല്ലെങ്കിൽ പ്രസിഡന്റും അവരും ഇവരൊക്കെ ദേവസ്വം ബോർഡിന്റെ എല്ലാവരുടെയും പൂർണ്ണ പങ്കാളിത്തം ഇതിനകത്തുണ്ട്. നമ്മള് ഇത്രയും വലിയൊരു വർക്ക് എടുക്കാനുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പം ഓരോരോ വർക്ക് അനന്തനാചാരി അനു, അത്രയും വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിപ്പം ഫിനിക്സ് ആണ് 3,20,00,000 രൂപ. 3,20,00,000 ആണോ 40,00,000 ആണോ ശ്രീ അജയ് തറയിൽ? എനിക്ക് തുക അറിയാം. 3.2 കോടി രൂപ ഫിനിക്സ് ചെലവാക്കിയിട്ടാണ് അവിടെ. എനിക്ക് ഓർമ്മയുണ്ട് അജയ് തറയിൽ മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞത് അങ്ങനെ കൂടുതൽ ആളുകളൊന്നും ഇപ്പോൾ സ്പോൺസർ ചെയ്യാൻ വരുന്നില്ല. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ മാധ്യമങ്ങളുടെ ഒരു വലിയ വർക്കോട് കൂടി ഇനി നാളെ ആരും തന്നെ വരാത്ത ഒരു അവസ്ഥ ഉണ്ടാകാൻ പോകുക. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലേക്ക് ആരെയും വരുത്താതിരിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു സ്പോൺസർമാരെ. അതെ, അതിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തോടു കൂടി ഉണ്ടാകുന്നത്. കാരണം അവരെ സ്പോൺസർ ചെയ്യാൻ ആളുകൾ മടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ ആളുകൾ, അത് കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് ആയാലും ജുഡീഷ്യറി ആയാലും മാധ്യമങ്ങളായാലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വലിയ പ്രതിഷേധം നമുക്കുണ്ട്. എന്താ ഇവിടെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ യഥാർത്ഥത്തിൽ സ്പോൺസർമാരെ പിന്തിരിപ്പിക്കുന്നുണ്ട്? വിവാദങ്ങളല്ല, അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയല്ലേ. ഇപ്പൊ തിരുപ്പതിയിലൊക്കെ എത്രയോ സ്വർണവും എത്രയോ കൺസ്ട്രക്ഷൻ വർക്കുകളും ഓരോരുത്തർ ചെയ്യുന്നത്. ആരും അന്വേഷിക്കുന്നില്ലോ, നോക്കുന്നില്ലോ. ഇതങ്ങനെയല്ലല്ലോ, അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ അജയ് തറയിൽ ഇതെല്ലാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളല്ലേ? അല്ല, അതിനും സമ്മതിക്കത്തില്ലല്ലോ. ഇത് സ്പോൺസർമാർക്ക് അവകാശം കൊടുക്കാൻ പാടില്ല. 3,20,00,000 രൂപ മുടക്കിയവൻ മുമ്പിൽ വന്ന് തൊഴുമ്പോ അവന് ഷർട്ട് പിടിച്ച് വലിച്ചു മാറ്റിയിട്ട് ഒരു പൈസ മുടക്കാത്തവനാണ് കയറി തൊഴുന്നത്. ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയല്ലേ? അതുകൊണ്ട് 10 വർഷമായി ഒരു സ്പോൺസർമാരും ശബരിമലയിൽ വരാൻ അടച്ചു നിൽക്കുമ്പോഴാണ് ഹൈദരാബാദിൽ നിന്ന് ഫിനിക്സ് ഗ്രൂപ്പിനെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി അവര് നമ്മൾ കൊണ്ടുവന്ന് ഈ പണി ഏൽപ്പിച്ചു. ഞാനൊന്ന് മറ്റേതിന്റെ വിശദാംശം ചോദിച്ചോട്ടെ ശ്രീ അനു. അപ്പോൾ ഹൈക്കോടതി അല്ല നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്, ഫിനിക്സ് ആണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇനി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനൊരു വാതിൽ തുറന്നു തരുന്നത്. അതായത് ഈ ഫിനിക്സ് ആണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പണിയെ എന്തെങ്കിലും തരത്തിൽ കോട്ടമുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ, അല്ലെങ്കിൽ ഫിനിക്സ് ചെയ്തത് ശരിയായില്ല എന്ന് കാണിക്കാൻ വേണ്ടി വിജയവാഡയിലുള്ള ഒരു 5 പേരടങ്ങുന്ന സംഘത്തെ ആരോ ഇങ്ങോട്ടേക്ക് അയച്ചതാണോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അജയ് തറയിൽ സാർ പറഞ്ഞതിനോട് തന്നെ. കാരണം ഇതൊരിക്കലും വഷളാക്കാൻ ശ്രമിക്കാതിരിക്കുക, മാധ്യമങ്ങൾ വെറുതെ വാർത്തകൾ വഷളാക്കാതിരിക്കുക. ഇത് നമുക്ക് ഞങ്ങളുടെ കഷ്ടപ്പാടാണ്. വഷളൊന്നും ആവില്ല. ഇത് ദൈവത്തിൻ്റെതാണല്ലോ, അയ്യപ്പൻ്റെതാണല്ലോ. അയ്യപ്പനെ അറിയാം അയ്യപ്പൻ്റെ കാര്യം നോക്കാൻ. നമ്മൾ ആരും വിചാരിച്ചാലൊന്നും അത് വഷളാകില്ല. ഞാൻ ചോദിക്കുന്നത്, ആ കൊടിമരത്തിൽ ഇന്ന് നടക്കാൻ പാടില്ലാത്തൊരു കാര്യം നടന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരിശോധനയാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? നേരത്തെ ശ്രീ അജയ് തറയിൽ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുത്ത കാര്യങ്ങൾ. അയ്യപ്പൻ്റെതായതുകൊണ്ട് മാത്രമാണ് പമ്പ വിട്ടിറങ്ങാൻ പോലും അവർക്ക് സാധിക്കുന്നതിന് മുമ്പ്, അവർ ഭക്തരാണെങ്കിലും അല്ലെങ്കിലും പമ്പ വിട്ടു പോകുന്നതിന് മുമ്പ്
അവരെ കണ്ടെത്താനും എന്തായിരുന്നു അവരുടെ ഉദ്ദേശമെന്ന് പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അയ്യപ്പന്റേതായത് കൊണ്ട് മാത്രമാണ്. ഭഗവാൻ ഇത് കലിയുഗ വരതനായ അയ്യപ്പന്റെ ഈ കലിയുഗത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെയ്തിട്ട് പോയത് ചിലപ്പോൾ വിശ്വാസം. അനു, അത്രയും വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചോദ്യത്തിന് ഒന്നുകൂടി താങ്കൾ മറുപടി പറയാൻ ശ്രമിക്കുമോ? അതായത് താങ്കൾ പറഞ്ഞു ഇത് ഹൈക്കോടതിയാണ് ഞങ്ങളെ ഏൽപ്പിച്ചത് എന്ന്, അതല്ല ഫിനിക്സ് ആണ് ഏൽപ്പിച്ചത് എന്നാണ് അജയ് തറയിൽ പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി മറ്റാരെങ്കിലും ഈ പണി ആഗ്രഹിച്ചിരുന്നോ? നിങ്ങൾ ചെയ്ത വർക്ക് മറ്റാരെങ്കിലും ആഗ്രഹിച്ചിരുന്നോ? അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. കാരണം നമ്മളോട് ASP കുറുപ്പ് സാറ്, അല്ലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തന്ത്രി അദ്ദേഹവും അജയ് തറയിൽ സാറും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വേദിയിൽ ഈ വർക്ക് നമ്മളോട് ചെയ്യാന്നതിനെ പറ്റി സംസാരിച്ചു. അല്ലാതെ അതിന്റെ മുമ്പിൽ ആരെങ്കിലും ആഗ്രഹിച്ചിരുന്നോ, വേറെ ആർക്കെങ്കിലും? അനു, സ്വാഭാവികമാണല്ലോ, എനിക്ക് എന്റെ കോമ്പറ്റീറ്റർ ആരാണ് എന്ന് അറിയുന്നത് പോലെ നിങ്ങളുടെ മേഖലയിലെ കോമ്പറ്റീറ്റർ ആരാണ് എന്ന് അനുവിനും അറിയാൻ കഴിയണമല്ലോ. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ശത്രുക്കളില്ല, എനിക്ക് എന്റെ പണിയാണ് പ്രധാനം. ശരി, അപ്പോ ഫിനിക്സിന് ആരോടും ശത്രുതയില്ല. റൈറ്റ്. അജയ് തറയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തത്വമസി എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് തന്നെ ക്യാമറയുണ്ട്. അവിടെ നിന്നുള്ള ക്യാമറ ഇത് ക്യാപ്ചർ ചെയ്യുമെന്ന് അറിയുന്നവർ തന്നെയാണ് അവിടെ കൊണ്ട് ഈ സാധനം ഒഴിച്ചത്. എന്നിട്ട് അവർ സാധാരണ പാതയിലൂടെ പമ്പയിലേക്ക് പോയി അവിടുന്ന് KSRTC ബസ് പിടിച്ചു. അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ ഇത്രയും എളുപ്പമാർഗം തേടുമോ? ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണ് ആരാ പറഞ്ഞത്? അതാണ് നികേഷ്, ഞാൻ ചോദിക്കട്ടെ, നികേഷ് നേരത്തെ ചോദിച്ചില്ലേ നവധാന്യങ്ങളോടൊപ്പം ഒരു ദ്രാവകം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ? അവര് ആന്ധ്രയിലെ ആളുകളും പറയുന്നത് രസം അടക്കമുള്ളതാണ് ഞങ്ങൾ ആധാരശിലയിൽ വെക്കുന്ന സാധനമാണ് എന്നാണ് അവരുടെ നിലപാട്. ആധാരശിലയിൽ വെക്കുന്നതാണ്, അതിനുവേണ്ടി കൊണ്ടുവന്നതാണ്. ആധാരശില കൊണ്ടുവെക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇത് ഒഴിച്ചു, ഇത്രയും വലിയ അപകടം ഉണ്ടാകും ധരിച്ചില്ല എന്ന രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്തിന് വെറുതെ വഷളാക്കുന്നു? നിങ്ങൾ സ്വാമി അയ്യപ്പന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു. ഈ കേരളത്തിലെ ഒരു വലിയ ക്ഷേത്രത്തെ ഇതുപോലെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കി, അല്ലാതെ പറഞ്ഞില്ലല്ലോ ആരും ഈ കാര്യങ്ങളൊന്നും. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ലോകത്തെ വേറെ എന്തും ഇതുപോലെ വിവാദങ്ങൾ അല്ലല്ല, വിവാദം ഉണ്ടാക്കുന്നു എന്നല്ല, അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ഈ പറയുന്ന വിധത്തിൽ ശബരിമല എന്ന് പറയുന്നത് ഭക്തലക്ഷങ്ങളുടെ ആരാധനാ കേന്ദ്രമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. കാര്യങ്ങളെ കുറിച്ചും ഇതുപോലെയൊക്കെ പറയണമല്ലോ. അവിടെ വളരെ വർഷങ്ങൾക്ക് ശേഷം മാളികപ്പുറത്ത് ഒരു നാഗരാജാവിനെയും നാഗയക്ഷിയെയും മലദൈവങ്ങളെയും യഥാസ്ഥാനത്ത് ഞങ്ങൾ പ്രതിഷ്ഠിച്ചു. അതിനൊക്കെ ചെറിയൊരു വാർത്തയാണ് മാധ്യമങ്ങൾ വന്നുള്ളൂ. ഇത് ലോകോത്തരമായ ഒരു അമ്പലം. മറ്റേത് ക്ഷേത്രത്തെക്കാളും കൂടുതൽ വാർത്ത ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടെന്ന് അജയ് തറയലിന് അറിയാമല്ലോ അല്ലേ? തിരുപ്പതിയിലും പടിക്കും വേളാങ്കണ്ണിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളെ കുറിച്ചേ ഉള്ളൂ. ഇവിടെ വരുന്നത് എന്താ? ഇവിടെ പായസത്തിൽ കല്ല് കടിച്ചു, ശർക്കരയിൽ ഉപ്പ് കലർന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളേ ഉള്ളൂ. അത് ലോക വാർത്തകളാക്കുന്നല്ല കാര്യിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? ഇവിടെ അനു പറഞ്ഞ പോലെ അയ്യപ്പ സ്വാമിയുടെ ശക്തി ഇതാ ലോകോത്തരമായി വീണ്ടും ഇതാ വിളിച്ചോതിരിക്കുന്നു. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് താഴത്ത് വരുന്നതിന് മുമ്പ് തന്നെ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞു. അയ്യപ്പൻ ശക്തിമാനാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോരോ പുതിയ ഞാനും അത് പറയാം. അയ്യപ്പ സ്വാമിയുടെ ശക്തി കൊണ്ട് പമ്പ കടക്കുന്നതിന് മുമ്പ് പ്രതികളെ പിടിച്ചു. അപ്പോഴാണ് നമ്മൾ വിചാരിക്കേണ്ടത്, അങ്ങനെ അയ്യപ്പസ്വാമിയെ ഈ പ്രതികളെ പിടിക്കണമെങ്കിൽ ആ പ്രതികൾക്ക് എന്തെങ്കിലും ഒരു ഗൂഢോദ്ദേശം ഉണ്ടാകണമല്ലോ. അതുകൊണ്ടാണല്ലോ അയ്യപ്പസ്വാമിയെ പിടിച്ചത്. അല്ലെങ്കിൽ ആ പ്രതികൾക്ക് ഗൂഢോദ്ദേശം ഇല്ലെങ്കിൽ അയ്യപ്പസ്വാമി അവരെ വിട്ടുകളഞ്ഞേനെ. അതുകൊണ്ട് അവർ KSRTC ബസ്സിൽ കയറുന്നതിന് മുമ്പ്, വിജയവാഡയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അയ്യപ്പസ്വാമി അവരെ പിടിച്ചു. ആ പിടിച്ചവരുടെ ഗൂഢാലോചന എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നത് അല്ലേ? ആ അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോ നേരത്തെ മുതൽ ഈ പറയുന്ന കോൺട്രാക്ടർമാർ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഹൈക്കോടതിയാണ് പണിയേൽപ്പിച്ചത്. താങ്കളത് കൃത്യമായി പറഞ്ഞു, ഹൈക്കോടതി അല്ല എന്ന്. അവിടെ ദേവസ്വം മന്ത്രി പറയുന്നു ചതി നടന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ആരൊക്കെയോ തമ്മിൽ എന്തൊക്കെയോ ക്രയവിക്രയം എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. അതിന് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം, അയ്യപ്പസ്വാമിയുടെ സന്നിധാനം നമുക്ക് അങ്ങനെ കൊടിമരം ഞങ്ങൾ പണിയാം എന്ന് പറഞ്ഞ് ഒരാളും ഞങ്ങൾ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ആകെ ഉണ്ടായിരുന്നത് ഈ ഫിനിക്സ് മാത്രമായിരുന്നു. അല്ല, അത് സ്പോൺസർമാര് പണിയുന്ന കാര്യത്തിലും
പണിയുന്ന കാര്യത്തിൽ. കാരണം ഇതൊക്കെ പണിയുന്ന 2-3 ആളുകളേ ഉള്ളൂ. അല്ല നിങ്ങൾ പറയുന്ന പോലെ കെട്ടിടം പണിയുന്ന പോലുള്ള കോൺട്രാക്ടർമാരൊന്നും ഇത് പണിയാനില്ല. അപ്പൊ ഇവരിപ്പോ ശക്തികുളങ്ങര പണിതു, ഇവരാണ് ഏറ്റുമാനൂർ പണിതത്, ഇവരുടെ വർക്ക്മാൻഷിപ്പാണ് കുറച്ച് അപ്രീഷിയേറ്റബിൾ ഉള്ളത്. അതുകൊണ്ട് അവരെ ഏൽപ്പിച്ച് ഇത്തരം വർക്കുകൾക്ക് കോൺട്രാക്ടർ കൊടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊന്നും ലോവസ്റ്റ് ടെൻഡർ വിളിച്ചൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇത് വർക്ക്മാൻഷിപ്പ് ഉള്ളൊരു വർക്കാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ഇത് പറ്റത്തില്ല. ആരും പറഞ്ഞിട്ടുമില്ല, ഞങ്ങളോട് ആരും ചോദിച്ചിട്ടുമില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല, ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ വെറുതെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നേ? അതെ, അപ്പോൾ ഫിനിക്സ് ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ പറയുന്ന പണി ഇവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവരത് ഭംഗിയായി നിർവഹിച്ചു. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കൊടിമരമായി ഇത് മാറി. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിനെ ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്താൻ ഇല്ല. അത് നാളെ രാവിലെ നോക്കുന്നത് കേസ്, ഒരു കുഴപ്പമില്ലാത്ത മോഡിൽ നാളെ രാവിലത്തേക്ക് തന്നെ നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിയും. അതായത് ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ പറഞ്ഞത് കൊടിമരത്തിൽ കുഴപ്പം സംഭവിച്ചിട്ടില്ല. ഇല്ല, മനസ്സിലായി. അശുദ്ധീനം സംഭവിച്ചിട്ടില്ല. ഈ കൊടിമരത്തിലെ ഗോൾഡ് ഒട്ടിച്ചിരിക്കുന്നത് മെർക്കുറി ഉപയോഗിച്ചുകൊണ്ടാണ്. ആ മെർക്കുറി അല്പം വീണിരിക്കുന്നു. അത് ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം തീർന്നു. അതല്ല, ഇത് എന്തുദ്ദേശത്തോടു കൂടിയാണ് എന്ന ദൗത്യമാണ് അന്വേഷിക്കാൻ നിൽക്കുന്നത്. അത് പത്തനംതിട്ട എക്സ്പെർട്ട് ചോദിച്ചാൽ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. തന്ത്രിയുമായി താങ്കൾ സംസാരിച്ചോ? തന്ത്രി എന്താണ് അതിനൊരു പരിഹാരമായി പറയുന്നത്? ഇത് ചൂടാക്കിയെടുക്കണം എന്നുള്ളതാണല്ലോ നേരത്തെ. ഇല്ലെന്നോ തന്ത്രി പറഞ്ഞു? അശുദ്ധി ഇല്ലല്ലോ. കാരണം രസവും ചെമ്പും അതുപോലെ വെള്ളിയും സ്വർണവും ഉപയോഗിച്ചിരിക്കുന്ന ഒരു രൂപത്തിൽ കുറച്ച് രസം വീണാൽ അശുദ്ധിയാവുന്ന എങ്ങനെയാ? അശുദ്ധമല്ല. അതുകൊണ്ട് ഒരു അശുദ്ധി ഉണ്ടായിട്ടില്ല, ഒരു തകരാറും സംഭവിച്ചിട്ടില്ല, ഒരു പ്രശ്നവുമില്ല കാര്യത്തിൽ. പക്ഷെ ഞങ്ങളുടെ ഒരു മര്യാദ ഇതിനൊരു കേസെടുത്ത് അന്വേഷിച്ച് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് ആളുകൾ വന്ന് കെമിക്കൽ എക്സാമിനേഷൻ നടത്തണമെന്ന് ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് അത് ആ സമയത്ത് ഒരു അരമണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഫോറസ്റ്റിംഗ് ആളുകൾ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഈ വിവാദങ്ങൾ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതാണ് പറയുന്നത്. നിൽക്കൂ, ദയവായി തുടരുക. ബൈജു ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ബൈജു ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് പ്രസിഡന്റാണ്. ബൈജു, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നികേഷ്, ഇതിനകത്ത് അസാധാരണമായി ഒരു ആന്ധ്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്ന ഭക്തന്മാര് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഈ കൊടിമര പ്രതിഷ്ഠയ്ക്ക് തൊട്ടു മുമ്പായിട്ട് ഈ ആധാരശിലയിൽ സമർപ്പിക്കേണ്ട കുറെ സാധനങ്ങളുമായിട്ട് അവർ വരും. ഇത് അവരിതിനകത്ത് ഈ രസം ഉൾപ്പെടെ എന്ന് പറയുന്ന ഇതിനകത്ത് മെർക്കുറിയുടെയൊക്കെ കണ്ടൻസ് ഉള്ള എന്തോ ഒരു മെറ്റീരിയൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അത് ആചാരപരമായിട്ട് അവർ പ്രാദേശികമായി ഉണ്ടാക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് അവർ ആധാരശിലയിൽ സമർപ്പിക്കാനായിട്ട് എത്തിയതാണ്. പക്ഷെ അത് സമർപ്പിക്കാൻ പറ്റാത്തത് അപ്പോഴത്തെ ഈ തിരക്ക് കാരണം മറ്റവർക്ക് ഉണ്ടാവില്ല. ആ സമയത്ത് ഇവർ അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് ഇതിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് പോയതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വളരെ വൈകാരികമായി, കാരണം ഈ ആന്ധ്രയിലുള്ള അയ്യപ്പന്മാർ ഞങ്ങള് 10-20 വർഷമായിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ ഈ ആന്ധ്രക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വളരെ രസകരമാണ്. ഞാൻ ഒരിക്കലും അവിടെ വെച്ച് വളരെ സവിശേഷമായി കണ്ടാണ്. ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു ഒരു ആന്ധ്രക്കാരൻ. പൈസ കൊടുക്കാതെ വീണ്ടും ഇത് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് അയാൾ തിരിച്ച് പൈസ കൊടുത്തു. ഞാൻ സ്വയം ശിക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കയ്യില് കത്തി കൊണ്ട് സ്വയം കുറിക്കുന്നത് ഞാൻ കണ്ട്. ഹലോ, പറയൂ, കേൾക്കാം. അന്നേരം സ്വയം കത്തി കൊണ്ട് സ്വയം മുറിക്കുന്നത് കണ്ട്. അന്നേരം അവർ അങ്ങനെ വളരെ വിചിത്രമായ ആചാരങ്ങളുള്ളവരാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ഏറ്റവും പ്രധാനമായി കാണുന്നത് പ്രിയപ്പെട്ട ഇവിടെ ശ്രീ ബൈജു, താങ്കൾ പറയുന്നതിൽ നിന്ന് കുറച്ചുകൂടി ഒരു മാറ്റം വേണമെന്ന് എനിക്ക് തോന്നുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗം അങ്ങോട്ട് അടർന്നു പോയിരിക്കുകയാണ്. അതായത് സ്വർണത്തിൽ മെർക്കുറി ഒഴിച്ചാൽ സ്വർണത്തിൻ്റെ പുറം ഭാഗം അമാൽഗമായി മാറുന്നു. അമാൽഗത്തിൻ്റെ വെള്ള നിറം അവിടെ കാണാം, അല്ലെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ഒരു ഫോമാറ്റ് അവിടെ കാണാം എന്നുള്ളതാണ്. അത് താങ്കൾ പറയുന്നത് പോലെ എന്തെങ്കിലും അർപ്പിക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്നത് ഡോട്ട് പോലെയോ അല്ലെങ്കിൽ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ്. ഇത് അതിനപ്പുറത്തേക്ക് ബോധപൂർവം ഒഴിച്ചു എന്ന് തോന്നൽ തന്നെയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞാൻ നേരിട്ട് കണ്ട ആളല്ല. പക്ഷെ അത് ബോധപൂർവം ഒഴിച്ചതാണെന്ന് നികേഷ് ഒരിക്കലും കരുതാനാവില്ല. കാരണം ഈ ബോധപൂർവം ഒഴിച്ച ഒരാൾ വളരെ സ്മൂത്തായി ഈ പറയപ്പെടുന്ന ഒരു 5-6 കിലോമീറ്റർ നടന്ന് പമ്പയിൽ പോയി KSRTC ബസ് കയറി പോവില്ല. ശബരിമലയിൽ അല്ലാതെ തന്നെ അവർക്ക് പോകാൻ വേറെ മാർഗങ്ങളുണ്ട്. കമ്പം തേനി വഴി അവർക്ക് കടന്നു പോകാം. ശരിയാണ്.
പക്ഷേ ഇവിടെ നേരത്തെ ഒരു കൊടിമരത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഒരു 3-4 വർഷം മുമ്പ്, ഒരു രാജനയമനവും ഒക്കെ ആയി ബന്ധപ്പെട്ട്, അല്ലേ? അതെ അതെ. എന്താണത്? പക്ഷെ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെതിരായിട്ട് ദേവസ്വം ബോർഡ് ഇത് അന്ന് ഒരു പിന്നെ ഒറ്റരാശി പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു ഉണ്ടായത്. അപ്പോൾ തന്നെ ആ ഉദ്യോഗസ്ഥനെതിരായി അന്നത്തെ ദേവസ്വം ബോർഡിൽ ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസ് എസ് പി ഉണ്ട്. വിജിലൻസ് എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായിട്ട് അപ്പോൾ തന്നെ നടപടി സ്വീകരിച്ച് അദ്ദേഹം ദീർഘകാല സർവീസിൽ നിന്ന് പുറത്തേക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ കൊടിമരം എന്ന് പറയുന്നത് 1957-58 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കൊടിമരമാണ്. അത് ഇപ്പോൾ വീണ്ടും ഒരു പുനഃപ്രതിഷ്ഠയ്ക്കിടയാക്കിയത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കൊടിമരത്തിന് പെയിന്റ് അടിച്ചു എന്ന വിവാദത്തെ തുടർന്നാണ്. അപ്പോൾ കൊടിമരം പെയിന്റ് അടിച്ചു എന്നുള്ള വിവാദവും പുനഃപ്രതിഷ്ഠയുമായി ബന്ധമില്ല. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് കോൺക്രീറ്റിന്റെ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിനകത്ത് കോൺക്രീറ്റിന്റെ ഒരു സംവിധാനമാണ് നിലവന്നത്. അത് കാലപ്പഴക്കം കൊണ്ട് അതിന് ക്ഷതമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിയത്. ഇതൊരു 2 വർഷമായി ദേശീയ തുടങ്ങിയ ഒരു പ്രോസസ്സിംഗ് ആണ്. ഇതിന്റെ പൂജാധികാരികള് ഇതിന് തടി വെട്ടിയതുപോലെ ശിലാപൂജയും അതുപോലെ മരത്തിനോട് അനുവാദം ചോദിച്ചുകൊണ്ടും കിളികളോട് അനുവാദം ചോദിച്ചുകൊണ്ടുമൊക്കെ പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട് കോന്നിയിൽ നിന്ന് വിട്ട് ഞാൻ സാക്ഷി വഹിക്കാനാണ്. അങ്ങനെ ഇത് നൂറുകണക്കിന് ആളുകളുടെ കഠിന പ്രയത്നം, കോടിക്കണക്കിന് രൂപയുടെ ഭക്തജന പങ്കാളിത്തത്തോടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം, ഇതൊക്കെ ഇതിനകത്തുണ്ട്. അതെ, ഈ ദേവപ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പഴയ കൊടിമരം മാറണം എന്നുള്ളത്, അല്ലെങ്കിൽ അടിത്തറ ഇളകി കിടക്കുകയാണ് എന്ന് ദേവപ്രശ്നത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് തന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാര്യങ്ങൾ, ക്ഷേത്രകാര്യങ്ങൾ ദേവപ്രശ്നത്തിനേക്കാൾ ഉപരിയായി ക്ഷേത്രതന്ത്രിയുടെ തീരുമാനമാണ് പ്രധാനം. ഇത് ക്ഷേത്രതന്ത്രിയുടെ തീരുമാനം എന്ന് പറയുന്നത് ഇത് ശ്രീകോവിലും നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിലെ ബലിക്കലും തമ്മിലുള്ള ദൂരമാണ് കൊടിമരത്തിന്റെ ഈ തന്ത്രശാസ്ത്രം അനുസരിച്ചുള്ള ഹൈറ്റ്. ഇതൊക്കെ വ്യക്തമായ വ്യവസ്ഥയും കാര്യങ്ങളുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊടിമര ആചാര പ്രതിഷ്ഠ നടന്നിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ ഒരു വലിയൊരു കാര്യം ഞാൻ കാണുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു 5 ആന്ധ്രാക്കാരെ അയ്യപ്പസ്വാമിയുടെ ശക്തി കൊണ്ട് അവരെ പമ്പയിൽ വെച്ച് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന ഒരു വലിയ ഒരു കലാപ അന്തരീക്ഷം അത് ഒഴിവായല്ലോ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. എന്താണ് കലാപം എന്നൊക്കെ പറയാനുള്ള കാരണം? അങ്ങനെ ഒരു കലാപം ഒന്നും ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഒന്നും വേണ്ട. ശബരിമല അയ്യപ്പന്റെ കൊടിമരവുമായി ബന്ധപ്പെട്ട് കൊടിമരത്തിന് ക്ഷതം വരുത്തി, കുറ്റവാളികളെ കണ്ടെത്തുന്നില്ല, ആരാണെന്ന് തിരിച്ചറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി പറഞ്ഞത് ഇതിനകത്ത് ചതി നടന്നിട്ടുണ്ട് എന്നാണ്. ഞാൻ ആ വാക്കിനെ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞത് അത് ദുരുദ്ദേശപരമായി ചതി നടന്നിട്ടുള്ളൂ എന്നുള്ളതല്ല. ഇതിനകത്ത് അദ്ദേഹം ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ആളാണ്. വളരെ സന്തോഷമായി നടന്ന ഒരു സൽകൃത്യത്തിന് ശേഷം ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു സ്വാഭാവിക പ്രതികരണം എന്നുള്ളത് മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. അല്ല, നിങ്ങളൊക്കെ പറയുന്നു ഇത് ഭക്തരുടെ ആചാരപ്രകാരം എന്തോ സമർപ്പിച്ചപ്പം അവിടെ ലേശം പാട് വീണതാണ് എന്ന്. മന്ത്രി പറയുന്നത് ഇതിൽ ചതി നടന്നിട്ടുണ്ട്, ഇതിന്റെ ഉത്തരവാദികളെ പിടിക്കണം, അതിനുവേണ്ടി പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ 100% മന്ത്രി പറയുന്ന ഭാഗത്ത് തന്നെ നിൽക്കുന്നു. ഇത് ഉത്തരവാദികളെ ഈ സംസ്ഥാനത്ത് പോലീസിന്റെ കസ്റ്റഡിയിലോ ബന്ധപ്പെട്ടവർ സംശയിക്കപ്പെട്ടവരുണ്ട്, അന്വേഷിക്കട്ടെ. ഇതിനകത്ത് ദിഗേഷ് പറഞ്ഞ മാതിരി മറ്റ് താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മറ്റ് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യട്ടെ. ശ്രീ രാമൻ നായർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ. ഞാനും താങ്കളും നമ്മൾ മൊത്തത്തിൽ വല്ലാതെ ഏറ്റുമുട്ടിയ കാലഘട്ടം ഓർമ്മയുണ്ടല്ലോ ശ്രീ രാമൻ നായർ. ഒരുപാട് വിവാദങ്ങൾ, നേരത്തെ ശ്രീ അജയ് തറയെ പറയുകയായിരുന്നു, ഇത്തരം വിവാദങ്ങൾ കൊണ്ടാണ് ശബരിമലയിലേക്ക് ഒരു സ്പോൺസർ പോലും വരാതിരുന്നത്. ശബരിമല അയ്യപ്പനൊരു കൊടിമരം വേണം എന്നുള്ള ആഗ്രഹം ശബരിമല ദേവസ്വം ബോർഡിന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അവസാനം എത്തിയത് ഫിനിക്സ് ആണ്. അവരെ തന്നെ എത്തിക്കാൻ ഉണ്ടായ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട് മലയാളികളായിട്ടുള്ള ആരാധകർ തന്നെ ഒരുപാടുണ്ട്, ഭക്തർ തന്നെ ഒരുപാട് പേരുണ്ട്, തമിഴരുണ്ട്, ആന്ധ്രാപ്രദേശുകാരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്ന് ശ്രീ രാമൻ നായർ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നികേഷ് നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല എന്നും വിവാദങ്ങളുള്ള ഒരു പ്രദേശമാണ്. ശബരിമല ക്ഷേത്രം തീ വെച്ച കാലത്തെക്കുറിച്ച് പോലും നികേഷ് അറിയാമല്ലോ. അതിനുശേഷം എത്രയോ ഘട്ടങ്ങൾ, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തും നിരവധി വിവാദങ്ങൾ ഉണ്ടായി. പ്രവർത്തനങ്ങൾ എന്തൊക്കെ നടക്കുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാവും. ഇവിടെ കൊടിമരം വന്നപ്പോഴാണല്ലോ കൊടിമരത്തെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടായത്. ശബരിമലയുടെ വികസനവും വിവാദങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. ശബരിമലയുടെ കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരു തടസ്സമുണ്ടാവില്ല.
അത് തന്നെയാണ് ശ്രീ അരീത്തറയിലും പറഞ്ഞത്. അതിനുവേണ്ടി അവർ ആഗ്രഹിച്ചപ്പോ ആന്ധ്രയിൽ നിന്നും അതുപോലെ തന്നെ അതിനെ നിറവേറ്റാൻ തക്ക സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ മുന്നോട്ട് വന്നു. പക്ഷേ കൊടിമര പ്രതിഷ്ഠയെ സംബന്ധിച്ച് ഇപ്പോഴും അല്പം വിവാദമുണ്ടായി. ആ വിവാദങ്ങൾ ഇതിനോട് ചേർന്നുള്ള ഒന്നാണ്. അതുകൊണ്ടൊന്നും ഭക്തജനങ്ങളുടെ വരവിനെയോ ഭക്തജനങ്ങളുടെ ശബരിമലയോടുള്ള താല്പര്യത്തെ ഒന്നും അത് ഹനിക്കില്ല. വർഷങ്ങൾ തോറും ഓരോ വർഷം ചെല്ലും തോറും വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതൊന്നും ശബരിമലയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ധർമ്മശാസ്ത്രാവിന്റെ ചൈതന്യത്തെ ഒന്നും കുറയ്ക്കില്ല. പിന്നെ ആചാരത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ആചാരമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ തിരുവിതാംകൂറിലെയും കേരളത്തിലെയും ക്ഷേത്രങ്ങളെ പരശുരാമൻ വെച്ചിരിക്കുന്ന ചില ആചാരാനുഷ്ഠാനങ്ങളാണ്. അത് ആന്ധ്രയിലെ ഇതുമായിട്ട് ബന്ധിപ്പിച്ചോ കൂട്ടിക്കുഴയ്ക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് അതിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അവിടെ ഒന്നും കൊടിമരം സ്ഥാപിച്ചതിന് ശേഷം എന്തെങ്കിലും ദ്രാവകം ഒഴിച്ച് അതിനെ ശുദ്ധീകരിച്ചതായിട്ടൊന്നും നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല. അനന്തരാചാര്യ തന്നെ 1300ഓളം കൊടിമര പ്രതിഷ്ഠ നടത്തിയ ആളാണെന്നാണ് പറയുന്നത്. അവിടെ ഒന്നും ഇത്തരം ഒരു ചടങ്ങ് നടത്തതായിട്ട് അവരാരും പറയുന്നില്ല. ഇല്ല, അവർ പറയുന്നുണ്ട്. അനന്തനാചാര്യയുടെ മകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. പക്ഷെ അനു പറയുന്നത് ഞങ്ങളിത് എവിടെയും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയധികം ക്ഷേത്രങ്ങളിൽ കൊടിമര പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള കുടുംബം എന്നുള്ള നിലയിൽ ഞാൻ അനന്തനാചാര്യോടും സംസാരിച്ചു. അദ്ദേഹവും അത് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല. അപ്പൊ ആ നിലയ്ക്ക് ഇതിനെ അനുഷ്ഠാനമായിട്ടും ആചാരമായിട്ടും ഒന്നും കാണണ്ട. ഇതാരോ ഒരു സാമൂഹ്യ വിരുദ്ധൻ ക്രിമിനൽ സ്വഭാവത്തോടും കൂടി വന്ന് ചെയ്തതാണ്. അത് അവർ തമ്മിലുള്ള കുടിപ്പകയാണോ എന്തൊക്കെയാണോ എന്നൊക്കെ അന്വേഷിക്കണം. പക്ഷെ ഏതായാലും ഇത് പുത്തിരയിൽ കല്ല് കടിച്ചതുപോലെ ഈ ദിവസം ഇത് തിരഞ്ഞെടുത്തതും ഈ ദിവസം ഇത് നടപ്പാക്കിയതും വളരെ ഭക്തജനങ്ങൾക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ അജയ് തറയിൽ കേട്ടല്ലോ, അജയ് തറയിൽ പറഞ്ഞോളൂ. രാമനായർ പറയുന്നത് കേട്ടില്ലേ? ഇത് ആചാരം എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ അങ്ങനെ കഴുകിക്കളയാൻ നോക്കണ്ട. ഞങ്ങൾ ആചാരം എന്ന് പറഞ്ഞ് കഴുകി കളഞ്ഞില്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് പോലീസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആന്ധ്രയിൽ നിന്ന് വന്നവർ അവര് പറയുന്നത് ഇത് അവരുടെ ആചാരമാണെന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ആചാരമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെ ആന്ധ്രയിൽ നമ്മൾ കാണാത്ത ആചാരമൊന്നും ഇല്ല എന്നാണ് രാമനായർ പറയുന്നത്. അല്ല, കേരളത്തിൽ ഈ ആചാരമില്ല. ആന്ധ്രയിൽ അവര് പറയുന്നു ഈ നവധാന്യങ്ങളോടൊപ്പം ഈ ദ്രവ്യവും കൂടി ആധാരശിലയിൽ വെക്കുന്ന ഒരു പതിവുണ്ട് എന്നാണ് ഇവിടെ ഇന്നിപ്പോൾ ആന്ധ്രയിലുള്ള ആളുകളെല്ലാം പറയുന്നത്. അപ്പൊ അതാണ് ഇന്ന് ക്ലബ് ചെയ്ത് ഞാൻ പറയുന്നില്ല. അത് കൊണ്ട് നമ്മൾ പോലീസിനെ കൂട്ട് അന്വേഷിപ്പിക്കുകയാണ്. സംഭവം അറിഞ്ഞ് ഫോറൻസിക് പരിശോധന നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ സാധനം ഇവാപ്പറേറ്റ് ചെയ്ത് കളയാമായിരുന്നു. അത് ചെയ്തില്ല. കേസ് എന്താണെന്ന് തന്നെ പോലീസിനെ കൂട്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരവും ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ശരി, ശ്രീരാമൻ നായർ, നവധാന്യത്തോടൊപ്പം പാദരസം എന്ന ദ്രാവകം എന്നൊക്കെയാണ് വിശദീകരണം. ഹലോ രാമൻ നായർ പറയൂ. ഞാൻ കേട്ടില്ല ചോദ്യം. നവധാന്യത്തോടൊപ്പം പാദരസം എന്ന ദ്രാവകം എന്താണ് ഈ പാദരസം എന്ന ദ്രാവകം? ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ദ്രാവകത്തെ കുറിച്ചോ അങ്ങനെ ഒരു ദ്രാവകം തളിക്കുന്നതിനെ കുറിച്ചോ ഒന്നും ഞാൻ എന്റെ പരിചയത്തിലോ എന്റെ കഴിഞ്ഞകാല അനുഭവത്തിലോ ഒന്നും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. എന്റെ കാലത്ത് തന്നെ ഞാനൊരു 4-5 കൊടിമര പ്രതിഷ്ഠ നടത്തുന്നതാണ്. വർക്കരയിലും കവിയൂരും പിന്നെ ഉദയനാപുരത്തും ഒക്കെ ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠിച്ചത്. അവിടെ ഒന്നും ഇത്തരം ഒന്നും ആരും ഒഴിച്ചായിട്ട് കണ്ടില്ല. അപ്പൊ അത് ആചാരമായ അനുഷ്ഠാനമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ തന്നെ അത് ചെയ്യേണ്ടത് ഇവരല്ലോ. ആരെങ്കിലും വഴിപോക്കൻ വന്നാണോ ഇവിടെ ആചാരാനുഷ്ഠാനം നടത്തുന്നത്? അല്ലെങ്കിൽ ദർശനത്തിന് വരുന്ന ഏതെങ്കിലും ഒരാളാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണ് പ്രതിഷ്ഠയൊക്കെ അങ്ങനെയൊക്കെ ആളുകൾ കൊണ്ട് ചെയ്യിച്ചാൽ പോലെ. അപ്പൊ അതല്ല, ഇത് ആർക്കും അങ്ങനെ കയറി ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെതായ കാര്യങ്ങൾ ബന്ധപ്പെട്ടവരല്ലേ ചെയ്യേണ്ടത്. ഇത് ഏതെങ്കിലും ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്തനെന്നും നടിച്ചു വരുന്ന ഒരാള് ആരും കാണാതെ ഒരു കുട്ടിക്കകത്ത് കൊണ്ടുവന്ന് ഇവിടെ ഒഴിച്ചേച്ച് പോകാന്ന് പറയുന്നതാണോ അനുഷ്ഠാനം? അത്തരം അനുഷ്ഠാനങ്ങളൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ എന്തായിരിക്കും ശ്രീരാമൻ നായർ സംഭവിച്ചിട്ടുണ്ടാവുക? ഇപ്പൊ CCTVയിലെ ദൃശ്യങ്ങൾ മാത്രമല്ല നമുക്ക് അതിനാധാരമായിട്ടുള്ളൂ. അതിനകത്ത് കാണുന്നത് എനിക്കും ഞാനും നികേഷും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അതിൽ ഉത്തരവാദികളായ ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമേ അവരെ ഇത് ആചാരമാണോ അനുഷ്ഠാനമാണോ അതോ അതിക്രമമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതോ ഈ മാനസികതല വ്യക്തികളുടെയും പ്രവൃത്തിയാണോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഏതായാലും നമ്മെ സംബന്ധിച്ച് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുത്തണം എന്നുള്ള ഒരു നിലയിലാണ്. കാരണം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹത്തിന്റെ കൊടിമരത്തിന് താഴെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങള് ഭക്തന്മാരുടെ കരസ്പർശമേറ്റ് അതിന് ലോപം സംഭവിക്കുകയും അതിന്റെ സ്വർണ്ണം എല്ലാം ഇളകിപ്പോവുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കുറച്ചുകൂടെ ഒരു അകൽച്ച ഇട്ട് അതിനൊരു ചുറ്റും ഒരു വേലിയൊക്കെ കെട്ടി അങ്ങോട്ടേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് തടസ്സപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളവിടെ കാവലിരിക്കണ്ടേ? ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം
ഇത് കഴിഞ്ഞ ഉടനെ എല്ലാവരും അവരവരുടെ വഴിക്ക് തിരിഞ്ഞു പോവുകയാണ് വേണ്ടത്. ഈ പ്രധാനപ്പെട്ട ദിവസമെങ്കിലും അതിന് ചുറ്റും ഉത്തരവാദിത്തമുള്ള ആളുകൾ, ധാരാളം ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഗാർഡുമാരും ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് ദേവസ്വം ബോർഡ്. പോലീസുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സുരക്ഷയിൽ പാലിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ സമ്മതിക്കാതെ. പക്ഷേ അജയ് അറിയില്ല, അങ്ങനെ ഒരാൾ വന്ന് ഇത് ഒഴിക്കുന്നു, അവിടെ സ്വാഭാവികമായിട്ടും ആ സമയത്തോ അതിനകത്തൊരു കളർ ചേഞ്ച് ഉണ്ടാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണ നിറം കളർലെസ് എങ്കിലും ആകേണ്ടതുണ്ട്. ആ സമയത്ത് ഭക്തരായിട്ടുള്ള ആളുകൾ, തൊട്ടടുത്തിരിക്കുന്നവരൊന്നും അത് ശ്രദ്ധിച്ചില്ല. അജയ് തറയിൽ ഈ CCTV ദൃശ്യം നിങ്ങൾക്ക് കിട്ടിയോ? അതിന്റെ CCTV ദൃശ്യമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CCTV ദൃശ്യം കാണിക്കുമ്പോൾ അറിയാലോ ഇത് ആർക്കും ഒഴിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് എന്ന് സംഭവിച്ച്. രാംനാഥ് പറഞ്ഞൊരു കാര്യമാണ്, ഇത് പ്രതിഷ്ഠ കഴിയുമ്പോൾ തന്നെ ചുറ്റും ഞങ്ങൾ വേലി കെട്ടിക്കഴിഞ്ഞു. ഇപ്പൊ അത് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് ഞങ്ങളൊരു അനുമോദന സമ്മേളനമല്ല, ഇവർക്ക് ഉപഹാരങ്ങൾ കൊടുക്കുന്ന ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-35 പേർക്ക് ഉപഹാരങ്ങൾ കൊടുക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഞങ്ങളാരും ഇട്ടേക്ക് പോയതല്ല. അപ്പൊ അത്രയും സമയത്തിനുള്ളിൽ ഈ വേലി കെട്ടാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യം ഉണ്ടായിരുന്നില്ല അവിടെ വേലി. പക്ഷെ ഞങ്ങൾ ഇത്തവണ വേലി ഉണ്ടാക്കി വെച്ചു, അത് കെട്ടിക്കഴിഞ്ഞു. ഇപ്പൊ അവിടുത്തെ ലൈവ് ആക്കൽ കിട്ടുമെന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം. പിന്നെ ഈ സെക്യൂരിറ്റി ലാക്ക് എന്ന് പറയുന്നത് ശരിയായിരിക്കാം, അതിപ്പോ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിന്റെ കാരണമായതോ പോലീസിന്റെ ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും എന്ത് തെറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴും അത് സെക്യൂരിറ്റിയിൽ ഉണ്ടായ ഒരു അപാകതയായി കാണും. ശ്രീ ഷെല്ലി പുരോഹിത്, ഇത് സുരക്ഷാ വീഴ്ചയായി കാണുന്നുണ്ടോ? ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ഒഴിവാക്കാൻ എന്താണ് മാർഗം? ശബരിമലയിലെല്ലാം തൊട്ടതെല്ലാം വിവാദമാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ സാർ, അജയ് തറയിൽ സാർ, എല്ലാവരുമായിട്ട് ഞാൻ അടുത്ത് ബന്ധമുള്ളതും അവിടെ സ്ഥിരം സന്ദർശകരുമാണ്. വളരെ നല്ല രീതിയിൽ അഴിമതിരഹിതമായിട്ടാണ് അയ്യപ്പസ്വാമിയോടും ഭക്ത സമൂഹത്തോടും എല്ലാം നല്ല കടപ്പാടോട് കൂടിയിട്ടാണ് ഇവരുടെ എല്ലാം തന്നെ പ്രവർത്തനം. പക്ഷെ തുടർന്നതെല്ലാം അവിടെ പല ഈ മെമ്പർമാർക്കോ അജയ് സാറിനോ അല്ലെങ്കിൽ പ്രയാർ സാറിനോ ഒന്നും ബന്ധമില്ലാത്ത രീതിയിൽ തന്നെ അവിടെ ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്, നൂറ്റാണ്ടുകളായിട്ടും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷെ തൊടുന്നതെല്ലാം പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അതെന്തുകൊണ്ടാണ്? ഇപ്പൊ ഇത് ആചാരാനുഷ്ഠാനത്തിനെ കുറിച്ച് പറഞ്ഞു. ആന്ധ്രാക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ വരട്ടെ. ആചാരാനുഷ്ഠാനങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയെന്ന് പറഞ്ഞു. ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി യുവതീ പ്രായ നിബന്ധന എടുത്തു കളയുന്നതിന് വേണ്ടി കേസ് വരികയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ. ഇനി അത് ഏകദേശം 4.5 കോടി ജനങ്ങൾക്ക് മേൽ ഭക്തസമൂഹം വരികയും 10-40 കോടിയോളം വരുന്ന ആരാധകരുടെ വിശ്വാസികളുള്ള അന്തർദേശീയപരമായിട്ട് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഈ ക്ഷേത്രാങ്കണത്തിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അപ്പോൾ പല വിധത്തിൽ ആക്രമണങ്ങൾ വരുന്നുണ്ട്. ഇത് പല രീതിയിലാണ്. ഇത് നമ്മളൊന്നും ചെറിയ രീതിയിൽ എടുക്കരുത്. ഇപ്പോൾ തീർക്കാം. ഇതിൻ്റെ ഒരു വിശുദ്ധി ഇപ്പം നഷ്ടപ്പെട്ടു. തന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് കൂടിയിട്ട് ഇതിൻ്റെ ഘടനാപരമായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കാര്യമായിട്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കാം, ആ വിഷയം അവിടെ വെക്കാം. പക്ഷേ അങ്ങനെ നീണ്ടുപോകാൻ കഴിയില്ല. ഇതിന് പോലീസ് അന്വേഷണത്തിനൊപ്പം ദേവപ്രശ്നം വേണ്ടി വരുമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? ഒന്നും വേണ്ട. അത് പോലീസ്, ഞാൻ പറഞ്ഞില്ലേ നികേഷേ, ഇത് 1:30 ഞങ്ങൾ അറിഞ്ഞ സമയത്ത് അരമണിക്കൂർ കൊണ്ട് പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പക്ഷെ അത് ശരിയല്ല. കാരണം ഈ ദൗത്യം ഇങ്ങനെ ഒരു കാര്യം നിർവഹിച്ചതിന്റെ ദുരുദ്ദേശം എന്താണ്, അതിന് പിന്നെന്താണ് കാര്യമെന്നതിനെ കുറിച്ച് അന്വേഷിക്കണം. ഞങ്ങളപ്പോഴും DGPയുമായി ബന്ധപ്പെട്ടു, പത്തനംതിട്ട SP-യുമായി ബന്ധപ്പെട്ടു. ഫോറൻസിക് വിഭാഗത്തെ വിടാമെന്ന് പറഞ്ഞു. ഫോറൻസിക് വിഭാഗം ഇപ്പോൾ വന്നു ഇവിടെ. അപ്പൊ അങ്ങനെ നടത്തിയതിനു ശേഷം മതി. കാരണം അതാണ് ഒരു ശരിയായ ആ നിയമം അനുസരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വേണ്ടത് എന്നതുകൊണ്ടാണ് ഇത്രയും കാലമായി. അതുകൊണ്ട് ഒരു ദേവപ്രശ്നവും വെക്കേണ്ട കാര്യമില്ല, ഒരു ശുദ്ധിക്രിയയുടെയും കാര്യമില്ല, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണം, വെള്ളി, ചെമ്പ്, രസം, ഇത്രയും 3 ലോഹങ്ങളാണ്. ഈ 3 രസവും ലോഹമാണ്. ഇത്രയും ലോഹങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലത്ത് അവിടെ കുറച്ച് രസം ഒഴിച്ചു എന്ന് പറഞ്ഞ് ഒരു അശുദ്ധിയും വന്നിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ്.
ഇത് ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അതുകൊണ്ട് അതുമാരുണ്ടെങ്കിൽ തന്നെ 28-ാം തീയതി ഒരു കലശം കൂടി ഉണ്ടല്ലോ. 28-ാം തീയതി ഒരു കലശത്തോടു കൂടിയാണ് കൊടി കയറ്റുന്നത്. അതോടുകൂടി എല്ലാ ആക്കങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ ധാരാളം ഭക്തന്മാർ തൊട്ട് അത് അശുദ്ധിയാക്കിയിട്ടുണ്ട്. തൊടാൻ പാടില്ല കൊടിമരത്തിൽ. അപ്പൊ തൊടാൻ പാടില്ല കൊടിമരത്തിൽ. ഇത്രയും കാലം കൊടിമരത്തിൽ ആക്ക് തൊടുന്നതിന് ഒരു പത്രക്കാരും എഴുതി കണ്ടിട്ടില്ല. ശബരിമലയിൽ കൊടിമരത്തിന് തൊട്ടു നെറ്റിയിട്ട് അടിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പത്രക്കാരും അത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പറയാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ അതിനൊരു ബാരിക്കേഡ് ചുറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഭക്തന്മാർ അശുദ്ധിയാക്കിയതിനൊക്കെ പരിഹാരമായി 28-ാം തീയതി ഒരു കലശം, അത് സ്വാഭാവികമായി നടത്തുന്ന കലശമുണ്ട്. എല്ലാം വളരെ നല്ല രീതിയിലേക്ക് പോകുന്നു. ശബരിമലയിൽ നികേഷ് വന്ന് നോക്കണം. ഒരു 25 വർഷക്കാലത്തേക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ ബോർഡ് ചെയ്തിട്ടുള്ളത്. മാളികപ്പുറവും ശബരിമലയും മാറ്റങ്ങളുടെ വലിയ ഒരു കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ പേരില് ഇനിയിപ്പോ ധാരാളം ആളുകൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഒന്നും ഞങ്ങൾ പിന്തിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ശബരിമല വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അയ്യപ്പസ്വാമിക്ക് ലോകോത്തരമായ നിലവാരം ഉയർത്താൻ കഴിയുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഞങ്ങൾ ഉണ്ടാക്കും. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അന്നദാന മണ്ഡപത്തിന്റെ പണിയാണ് അവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആയിരിക്കണം, ആരും എഴുതിയിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപത്തിന്റെ പണിയാണ് അവിടെ ഞങ്ങൾ തീർത്തിരിക്കുന്നത്. അതുപോലെ എത്രയോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതെല്ലാം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. ഇത് വളരെ നിസ്സാരമായ ഒരു സംഭവത്തെ ഇത്ര വലിയ സംഭവം. അതുകൊണ്ടാണല്ലോ ശ്രീ അജയ് തറയിൽ താങ്കൾക്കത് മുഴുവൻ പറയാൻ ഞാൻ അനുവദിച്ചതും. ശ്രീ അനു അനന്തനാചാരി, നേരത്തെ ശ്രീ അജയ് തറയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 28-ന് കലശം, അതോടുകൂടിയാണ് കൊടിമരത്തിൽ കൊടി ഉയരുക, ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. അതായത് ഫോറൻസിക് പരിശോധന കഴിഞ്ഞ് പോലീസ് കൊടിമരത്തിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൂടി ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ശ്രീ അജയ് തറയിൽ പറയുന്നത് പോലെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അപകടം മാറ്റാൻ വളരെ കുറച്ച് സമയം മാത്രം മതി. അനു കേൾക്കുന്നില്ലേ? അനു പറയുന്നത് കേൾക്കാമോ? ശ്രീ അനു അനന്തനാചാരി, താങ്കൾക്ക് കേൾക്കാമോ? റൈറ്റ്. ശ്രീ അജയ് തറയിൽ, ഇതിനകം പോലീസുമായി സംസാരിച്ചിട്ടുണ്ടോ? അക്കാര്യത്തിലൊരു പോലീസിന് അതിനകത്തൊരു തീർപ്പ് ആയോ? അതായത് ഇന്ന കാര്യങ്ങളാണ്, ഇന്നവരാണ് ഇത് എന്ന നിലയിൽ ഒരു തീർപ്പ് നൽകി കഴിഞ്ഞോ നിങ്ങൾക്ക്? അജയ് തറയിൽ, അജയ് തറയിൽ, താങ്കളോട് ഞാൻ ചോദിക്കുന്നത് പോലീസുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് അക്കാര്യത്തിലൊരു തീർപ്പ് പറഞ്ഞോ? പോലീസ് DGPയുമായി ബന്ധപ്പെട്ടു, പത്തനംതിട്ട SP-യുമായി ബന്ധപ്പെട്ടു. പത്തനംതിട്ട SP ഈ പ്രതികളെ പിടിച്ചു, പ്രതികളുമായി സംസാരിച്ചു. ദേവസ്വം ബോർഡ് ഞങ്ങൾ ശബരിമല വന്നു, ഞങ്ങളുമായി സംസാരിച്ചു. ഫോറൻസിക്കാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ വന്ന് പരിശോധിച്ചതിന് ശേഷം നമ്മുടെ പണിയുമായി മുന്നോട്ട് പോകും. ശരി, ഞാനിത് അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അജയ് തറയിൽ, അനു അനന്തനാചാരി, രാമൻ നായർ, ഷെല്ലി പുരോഹിത്, അജയ് തറയിൽ, ബൈജു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.